ഇന്നലെ രാത്രി ഡിന്നറിന്റെ ബിൽ ഞാൻ അടച്ചു. ഇനി നിങ്ങളുടെ ഊഴമാണ്. അലീസ ഹിലി ചിരിച്ചുകൊണ്ടാണ് മിച്ചൽ സ്റ്റാർക്കിനോട് ഇത് പറഞ്ഞത്. നിനക്കല്ലേ എന്നെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നത് എന്നായിരുന്നു സ്റ്റാർക്കിന്റെ രസകരമായ മറുപടി. സൗത്ത് മെക്കയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് അരീനയിൽ ബംഗ്ലാദേശിനെ അരിഞ്ഞിട്ട ശേഷം സ്റ്റാർക്കിനരികിലേക്ക് മൈക്കുമായി വന്നത് ഭാര്യ ഹീലിയാണ്. കളിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും മുമ്പേ ഇരുവർക്കുമിടയിൽ നടന്ന രസകരമായ ഒരു സംഭാഷണം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണിപ്പോൾ. ഡാർവിൻ നഗരം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വലിയൊരു നാണക്കേടിന് വേദിയായിട്ട് ഒരാഴ്ച തികച്ചായിട്ടില്ല. ആ മത്സരത്തിനിടെ ബംഗ്ലാദേശിന്റെ വിജയശില്പികളിൽ ഒരാളായ മെഹദി ഹസനുമായി ഒരിക്കൽ സ്റ്റാർക്ക് മൈതാനത്ത് കൊമ്പുകോർക്കുന്നതിന്റെ വക്കിൽ വരെ എത്തുന്നുണ്ട്. 426 റൺസാണ് ബംഗ്ലാദേശ് അന്ന് ആദ്യ ഇന്നിംഗ്സിൽ ഓസീസിനെതിരെ അടിച്ചെടുത്തത്. സ്റ്റാർക്ക് അടക്കം ഓസീസ് ബോളർമാരൊക്കെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താനാവാത്തതിന്റെ നിരാശ പരസ്യമാക്കുന്നത് കാണാമായിരുന്നു. അതിനിടയിലാണ് പിച്ചിന്റെ ഡേഞ്ചർ സോണിലൂടെ ഓടിയ മെഹദി ഹസനുമായി സ്റ്റാർക്ക് വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നത്. മത്സരത്തിൽ 9 വിക്കറ്റിന് ബംഗ്ലാദേശ് ജയിക്കുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് ജയമായിരുന്നു അത്. സന്നാഹ മത്സരത്തിൽ ഓസ്ട്രേലിയ 11നോട് രണ്ടാം ഇന്നിംഗ്സിൽ വെറും 54 റൺസിന് കൂടാരം കയറിയ അതേ ബംഗ്ലാദേശിനോടായിരുന്നു കമ്മിൻസിന്റെയും സംഘത്തിന്റെയും തോൽവി എന്നോർക്കണം. രണ്ടാം ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ പ്രതികാരദാഹിയായിരുന്നു സ്റ്റാർക്ക്. ടോസ് നേടിയ ഓസീസ് ബംഗ്ലാദേശിന്റെ ബാറ്റിംഗിന് അയക്കുന്നു. ആദ്യ ഓവർ എറിയാൻ സ്റ്റാർക്ക് തയ്യാറെടുത്തു. ഷദ്മൻ ഇസ്ലാമാണ് സ്ട്രൈക്കിൽ. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ഷദ്മനെ കാമറൂൺ ഗ്രീനിന്റെ കയ്യിലെത്തിച്ച് സ്റ്റാർക്ക് കടുവാക്കുരുതിക്ക് തുടക്കമിടുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ പന്തിൽ തന്നെ സ്റ്റാർക്ക് വിക്കറ്റ് വീഴ്ത്തുന്നത് ഇത് 4ാം തവണയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു നേട്ടത്തിൽ തൊടാനായിട്ടില്ല. 2012 ശ്രീലങ്കയ്ക്കും 2021 ഇംഗ്ലണ്ടിനും 2024 ഇന്ത്യക്കുമെതിരെയാണ് ഇതിനു മുമ്പ് സ്റ്റാർക്ക് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീഴ്ചയിലാക്കുന്നത്. ടെസ്റ്റ് ഇന്നിംഗ്സിലെ ആദ്യ ഓവറുകളിൽ തന്നെ സ്റ്റാർക്ക് 28 വിക്കറ്റുകൾ തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. ഒരു വിക്കറ്റ് കൂടി ആദ്യ ഓവറിൽ കുറിച്ചാൽ ജെയിംസ് ആൻഡേഴ്സന്റെ റെക്കോർഡിനൊപ്പം എത്താം. 3ാം ഓവർ എറിയാൻ സ്റ്റാർക്ക് ബോളിംഗിനെത്തുമ്പോൾ ഓപ്പണർ തൻസീദാസനാണ് ക്രീസിൽ. ആ ഓവറിലെയും ആദ്യ പന്തിൽ തന്നെയാണ് സ്റ്റാർക്ക് വിക്കറ്റ് വീഴ്ത്തുന്നത്. തൻസീദിനെയും സംപൂജനാക്കി വെബ്സ്റ്ററിന്റെ കയ്യിലെത്തിച്ചു അയാൾ. തൊട്ടടുത്ത പന്തിൽ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോയെ വിക്കറ്റിൽ കുടുക്കിയ സ്റ്റാർക്ക് ബംഗ്ലാദേശ് ടോപ്പ് ഓർഡറിന്റെ പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഷാൻഡോ ആ വിക്കറ്റ് റിവ്യൂ ചെയ്തെങ്കിലും തേർഡ് അമ്പയർ ഫീൽഡ് അമ്പയറുടെ തീരുമാനത്തിനൊപ്പം തന്നെ നിന്നു. 5ാം ഓവറിലെ 5ാം പന്തിൽ മുഅ്മിനുൽ ഹക്കിനെ കാമറൂൺ ഗ്രീനിന്റെ കയ്യിലെത്തിച്ചു സ്റ്റാർക്ക്. 7ാം ഓവറിലെ 4ാം പന്തിൽ ലിറ്റൻ ഡാർസനെയും വീഴ്ത്തി തന്റെ 5 വിക്കറ്റ് നേട്ടം അയാൾ ആഘോഷിക്കുന്നു. വെറും 22 പന്തിലാണ് അയാളെ നേട്ടത്തിൽ തൊട്ടത് എന്നോർക്കണം. പിന്നീട് ഷൊരീഫുൽ ഇസ്ലാമിനെ കൂടെ വീഴ്ത്തി തന്റെ വിക്കറ്റ് നേട്ടം 6 ഉയർത്തുന്നുണ്ട് സ്റ്റാർക്ക്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5 വിക്കറ്റ് നേട്ടം എന്ന റെക്കോർഡ് സ്റ്റാർക്കിന്റെ പേരിൽ തന്നെയാണ്. പോയ വർഷം വിൻഡീസിനെതിരെ വെറും 15 പന്തിനുള്ളിലാണ് ഓസ്ട്രേലിയൻ പേസർ 5 വിക്കറ്റ് വീഴ്ത്തിയത്. ഈ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് സ്റ്റാർക്കിന്റെ ഇന്നത്തെ പ്രകടനം ഇടം പിടിച്ചത്. കളിയിലാകെ 10 ഓവർ എറിഞ്ഞു പൂർത്തിയാക്കിയ സ്റ്റാർക്ക് അതിൽ 6 എണ്ണത്തിൽ ഒരൊറ്റ റൺസ് പോലും വിട്ടു നൽകിയിട്ടില്ല. ആദ്യ ഇന്നിംഗ്സിൽ ആകെ വഴങ്ങിയത് 12 റൺസ്, 1.2 എക്കോണമി. കൂടാരം കയറ്റിയത് 6 ബാറ്റർമാരെ. ബംഗ്ലാദേശിനിടയിൽ 4 പേരാണ് റൺ ഒന്നും എടുക്കാതെ മടങ്ങിയത്. ആ 4 വിക്കറ്റുകളും സ്റ്റാർക്കിനാണ്. ഒരു ഘട്ടത്തിൽ 7 ഓവർ പൂർത്തിയാകുമ്പോൾ 12 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ്. മെഹദി ഹസൻ മിറാസ്, ഹസൻ മഹ്മൂദ്, തൈജുൽ ഇസ്ലാം, ഷൊരീഫുൽ ഇസ്ലാം എന്നിവർ ചേർന്നാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ വലിയൊരു നാണക്കേടിൽ നിന്ന് ബംഗ്ലാദേശിനെ രക്ഷിച്ചത്. ഒടുക്കം വെറും 34 ഓവറിൽ 64 റൺസിന് ബംഗ്ലാദേശ് ബാറ്റർമാരെല്ലാം പവലിയനിലേക്ക് മടങ്ങിയെത്തി. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ആദ്യ 10 ഓവറിനുള്ളിൽ തന്നെ ട്രാവിസ് ഹെഡും റൺഷോയും ലബൂഷൈനും വീണു. ആദ്യ ടെസ്റ്റിൽ ഹസൻ മഹ്മൂദ് ആയിരുന്നു ബംഗ്ലാദേശ് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എങ്കിൽ ഇക്കുറി ആ ദൗത്യം ഷൊരീഫുൽ ഇസ്ലാമാണ് ഏറ്റെടുത്തത്. ഹെഡിന്റെയും ലബൂഷൈന്റെയും കുറ്റിതെറിപ്പിച്ച ഷൊരീഫുൽ സ്റ്റീവ് സ്മിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി. പിന്നീട് വെബ്സ്റ്ററും കമ്മിൻസും സ്റ്റാർക്കും ഷൊരീഫിന് മുന്നിൽ തന്നെയാണ് വീണത്. 11 ഓവർ എറിഞ്ഞ ഷൊരീഫ് 35 റൺസ് വഴങ്ങി 6 വിക്കറ്റ് പോക്കറ്റിലാക്കി. ഷൊരീഫുലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണിത്. ആദ്യ ദിനം 18 വിക്കറ്റുകളാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് അരീനയിൽ നിലംപൊത്തിയത്. 2 ടീമുകളിൽ നിന്നും കൂടി ആകെ പറന്നത് ഒരേ ഒരു അർദ്ധ സെഞ്ചുറി. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി കുറിച്ച കാമറൂൺ ഗ്രീൻ 2ാം മത്സരത്തിലും ഓസീസിന്റെ രക്ഷാദൗത്യം ഏറ്റെടുത്തു. 165 റൺസ് എടുക്കുന്നതിനിടെ 8 വിക്കറ്റുകൾ ഓസീസിന് നഷ്ടമായി കഴിഞ്ഞു. പുറത്താകാതെ ക്രീസിൽ തുടരുന്ന കാമറൂൺ ഗ്രീനിലാണ് ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവനും. നിലവിൽ 101 റൺസിന്റെ ലീഡുണ്ട് ആതിഥേയർക്ക്. പരമ്പരയിൽ ഇതുവരെ കളിച്ച 3 ഇന്നിംഗ്സുകളിലും ബൗൾഡ് ആയിട്ടായിരുന്നു ട്രാവിസ് ഹെഡിന്റെ മടക്കം. ആദ്യ മത്സരത്തിലെ 2 ഇന്നിംഗ്സിലും ഹസൻ മഹ്മൂദാണ് ഹെഡിനെ വീഴ്ത്തിയതെങ്കിൽ ഇക്കുറി ഷൊരീഫിന്റെ ഇരയായിരുന്നു ഓസീസ് ഓപ്പണർ. 64 റൺസിന് കൂടാരം കയറിയെങ്കിലും തീപ്പന്തുമായി ബംഗ്ലാദേശ് നടത്തിയ കംബാക്ക് 2ാം ടെസ്റ്റിന്റെയും ആവേശമേറ്റി.